ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും വിഷപ്പായസം കഴിച്ചു എന്ന് തന്നെ ശത്രുക്കൾ ഒന്നടങ്കം കരുതുന്നു. പക്ഷേ സന്യാസി വര്യൻ വന്നതും ഫ്രിഡ്ജിലിരിക്കുന്നത് വിഷം ചേർത്ത പായസമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല. ഇത്തവണ എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും ഒരുമിച്ചില്ലാതാൻ പാകാൻ പോകുന്നു. അതിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനു മുൻപ് പലപ്പോഴായിട്ട് അവരെ രണ്ടുപേരെയും മുകളിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് കരുതി സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെ അവർ തിരിച്ചു വന്നിരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമല്ല. എല്ലാ വഴുതുകളും അടച്ചാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് അവർ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് കരുണയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മഹാലക്ഷ്മിയും കണ്ണനും പോയി കഴിഞ്ഞാൽ മോളാണ് കമലേശ്വരത്തെ മഹാറാണി. ഉണ്ണിക്കുട്ടൻ കമ്പനിയുടെ തലപ്പത്ത് വരും. പിന്നെ ആ മഞ്ജു സാഗറിനോടൊപ്പം ഇറങ്ങിപ്പോയതുകൊണ്ട് തന്നെ അവൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം മോൾക്കും ഉണ്ണിക്കുട്ടനും ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മനക്കോട്ട കിട്ടുന്നു. അതിനിടയിൽ കരുണ ഫ്രിഡ്ജിലിരിക്കുന്ന വിഷം ചേർത്ത പായസം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ശേഷം വൈകിട്ട് കേക്കെല്ലാം മുറിച്ചതിന് ശേഷമാണ് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്തേക്ക് തിരിച്ചു പോകുന്നത്. കരുണ ഗർഭിണിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷം ശരീരത്തിൽ ചെന്ന് രാത്രിയാവുമ്പോൾ തന്നെ കരുണയ്ക്ക് അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പ്രതാപനും മുത്തശ്ശിയും ആകെ ആശങ്കപ്പെടുന്നു. എന്താ അമ്മേ, മോൾക്ക് അവൾക്ക് വിഷപ്പായസം കൊടുത്ത ദിവസം തന്നെ മോൾക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല പ്രതാപ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ആശങ്കപ്പെടുന്നുണ്ട് മുത്തശ്ശി. എത്രയും പെട്ടെന്ന് മോളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം പ്രതാപ എന്നും പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. മോഹിനിയാണെങ്കിലും കരുണയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ വല്ലാതാകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി മോഹിനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നീ ഉണ്ടാക്കിയ പിറന്നാൾ സദ്യ കരുണമോൾ ആസ്വദിച്ച് കഴിച്ചു. അതിൽ അതൊന്നും അവൾക്ക് വയറ്റിന് പിടിച്ചു കാണില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ചെയ്യുന്നത്. അങ്ങനെ കരുണയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കരുണയുടെ ജീവനൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നുണ്ട്. തുടർന്ന് കരുണയുടെ ശരീരത്തിൽ മാരകമായിട്ടുള്ള വിഷം ചെന്നിട്ടുണ്ടെന്നും അതാണ് കുഞ്ഞ് നഷ്ടപ്പെടാൻ ഉള്ള കാരണമെന്നും ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതറിയുന്ന കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ അവർക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കാരണം അന്ന് മഹാലക്ഷ്മിയെ കിണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പായസത്തിൽ വിഷം ചേർന്നിട്ടുണ്ടായിരുന്നു എന്നും അപ്പോൾ അതിനിടയ്ക്കാണ് സന്യാസി വര്യൻ കൃത്യസമയത്ത് എത്തി മഹിയെയും കണ്ണനെയും രക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളും അവർക്ക് ഏകദേശമൊക്കെ അതിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കരുണയുടെ കുഞ്ഞു പോയതിൽ മഹാലക്ഷ്മിക്കും കണ്ണനുമൊക്കെ ഒരുപാട് വിഷമാവുന്നുണ്ട് കേട്ടോ. കാരണം കരുണ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതിനൊന്നും അറിയാത്ത ആ പാവം കുഞ്ഞ് എന്ത് പിഴച്ചു എന്നാലോചിച്ച് ആകെ സങ്കടപ്പെടുന്നുണ്ട് മഹാലക്ഷ്മി. പിന്നീട് അങ്ങനെ കരുണ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലെത്താണ്. അപ്പോൾ ഇത്രയൊക്കെ തിരിച്ചടി നേരിട്ടിട്ടും കരുണയുടെ ആ ക്രൂരതയ്ക്ക് ഒട്ടും കുറവ് വരുന്നില്ല. ഒന്നും വേണ്ടായിരുന്നു കരുണ, നിൻ്റെ വാശിയും അഹങ്കാരവുമാണ് ഇതിനെല്ലാം കാരണം. ആ അയ്യപ്പ വിഗ്രഹം പൂജാമുറിയിൽ ഉള്ള കാലത്തോളം അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവർക്കായിട്ട് ഒരുക്കി വെച്ചിരുന്ന കെണിയിൽ അമ്മാവനാണ് വീണത്. അതെല്ലാം പലതവണ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതല്ലേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി പൊട്ടിക്കരയുമ്പോൾ കുഞ്ഞു പോയതിലൊന്നും എനിക്ക് ഒരു വേദനയും ഇല്ല. അല്ലെങ്കിലും ഇത്ര ചെറുപ്പത്തിൽ ഒരമ്മ ആവണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ അവളുടെ മുന്നിൽ ജയിച്ചു നിൽക്കാൻ ഒരായുധം മാത്രമായിരുന്നു എനിക്ക് ആ കുഞ്ഞ്. അതില്ലാതായതിൻ്റെ വേദന മാത്രമേ ഉള്ളൂ എന്ന് കരുണ ദുഷ്ടത്തരം പറയുമ്പോൾ നിനക്ക് എങ്ങനെയാണ് കരുണ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കരുണയുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. ശേഷം എല്ലാം കൊണ്ടും തിരിച്ചടി കിട്ടിയത് എനിക്കാണല്ലോ ദൈവമേ. എൻ്റെ മോള് വല്ലവരുടെയും കൂടെ ഇറങ്ങിപ്പോയി. പിറക്കാനിരുന്ന എൻ്റെ മകൻ്റെ കുഞ്ഞും പോയി. ഇനി ആ കണ്ണൻ്റെ കാലിന് അവൻ നടന്നുകൂടി തുടങ്ങിയാൽ പിന്നെ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയാണ് ദുർഗ ചെയ്യുന്നത്. ശേഷം ഇതിനിടയിൽ നമ്മളറിയാത്ത എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അമ്മേ. അമ്മയും കരുണമോളും ചേർന്നല്ലേ ആ പായസത്തിൽ വിഷം ചേർത്ത് വെച്ചിരുന്നത്. അവരത് കുടിക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടതുമാണ്. അതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ വിഷമിക്കുമ്പോൾ ഇനി അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ പ്രതാപ, അവൾ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ അവളെ രക്ഷിക്കാനായിട്ട് വന്നു കാണും. എന്തായാലും നമ്മുടെ മോൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഒന്നും വേണ്ടായിരുന്നു പ്രതാപ, മോൾ ഒരിക്കലും ഇങ്ങനെ ഒരു കളിക്ക് ഇറങ്ങാൻ പാടില്ലായിരുന്നു. അത് നമുക്ക് തന്നെ വിനയായി എന്ന് പ്രതാപനോടായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മുത്തശ്ശി. പിന്നീട് കണ്ണനും മഹിക്കും മാർക്കോയ്ക്കും അന്ന പായസത്തിൽ വിഷം കലർത്തി മഹാലക്ഷ്മിയെ കിണിയിൽപ്പെടുത്തിയതായിരുന്നു. എന്തായാലും ഈശ്വരാധീനം കൊണ്ട്
മഹാലക്ഷ്മിയും കണ്ണനും അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതറിയുന്നതും മഹാലക്ഷ്മി മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് അന്ന് ആക്സിഡന്റ് സമയത്ത് ടിപ്പർ ലോറി കണ്ണേട്ടൻ്റെ അച്ഛൻ്റെയും ദേഹത്തേക്ക് ഇടിച്ചു കയറ്റി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയത് പ്രതാപനാണ് എന്നുള്ള ഒരു നടുക്കുന്ന സത്യം മഹാലക്ഷ്മി കണ്ണനോട് തുറന്നു പറയുന്നു. അന്ന് കണ്ണേട്ടനോടും അച്ഛനോടും ആ കൊടും ക്രൂരത ചെയ്ത എൻ്റെ രണ്ടാനച്ഛനാണ്. 8 വയസ്സുകാരിയായ ഞാനും ആ ലോറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം മഹാലക്ഷ്മി ഈ ഒരു സംഭവത്തിന് ശേഷമാണ് കണ്ണനോട് തുറന്ന് പറയുന്നത്. അപ്പോൾ മാർക്കോയും ഇതറിയുന്നുണ്ട്. അപ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കണ്ണൻ സാറ് വീൽ ചെയറിലാകാൻ കാരണം പ്രതാപനാണോ എന്ന് ചോദിക്കുമ്പോൾ, അത് മാത്രമല്ല കണ്ണേട്ടാ, പ്രതാപന് കൊട്ടേഷൻ കൊടുത്ത് ആ ആക്സിഡൻ്റ് പിന്നിലെ സൂത്രധാരൻ കണ്ണേട്ടൻ്റെ അമ്മാവനാണോ എന്നുള്ള കാര്യവും അതിലും എനിക്ക് സംശയമുണ്ട് എന്നുള്ള കാര്യം മഹാലക്ഷ്മി തൻ്റെ മനസ്സിൽ ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന ആ ഞെട്ടിക്കുന്ന രഹസ്യം കണ്ണനോട് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അതായത് മഹാലക്ഷ്മി ഈ ഒരു കാര്യം അവിടെ തുറന്നു പറയുന്ന സമയത്താണ് മറ്റൊരു കാര്യം കണ്ണൻ പറയുന്നത്. അതായത് താൻ ഇത് എന്നോടിത് തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ എനിക്കിതിൽ സംശയം ഉണ്ടായിരുന്നു മഹി. ആക്സിഡൻറ്റിന് പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് മാർക്കോയെ ഞാൻ നമ്മുടെ കൂടെ ചേർത്തത്. താൻ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവരും കരുതുന്നത് പോലെ മാർക്കോ ഒരു ഗുണ്ടയൊന്നുമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല എൻ്റെ സുഹൃത്തും പ്രതാപനും അമ്മാവനും ചേർന്നാണ് അന്നത്തെ ആക്സിഡൻറ്റ് പിറകിലെന്ന് തെളിയിക്കുന്ന ചില രേഖകൾ മാർക്കോ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. തൻ്റെ ഈ വെളിപ്പെടുത്തൽ കൂടിയാവുമ്പോൾ കേസിൻ്റെ ബലം വർദ്ധിക്കുമെന്നും കണ്ണൻ ആ മഹാസത്യം മഹാലക്ഷ്മിയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതറിയുന്നത് മഹാലക്ഷ്മി ശരിക്കും ഞെട്ടിത്തെരിക്കുന്നുണ്ട്. അതായത് മാർക്കോ ഒരു ഗുണ്ടയൊന്നുമല്ല, CI ആണ്. കണ്ണേട്ടൻ്റെ ആക്സിഡൻറ്റിന് പുറകിലെ ആ രഹസ്യം കണ്ടുപിടിക്കാൻ വന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന അവരുടെ ഒരു സത്യം മഹാലക്ഷ്മി അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ശേഷം മഹാലക്ഷ്മിയുടെ കൂടി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള ചില രേഖകൾ കൂടി കിട്ടുന്നതോടുകൂടി കണ്ണൻ്റെ അച്ഛൻ്റെയും അതുപോലെ തന്നെ കണ്ണൻ്റെ വീൽ ചെയറിൽ ഇരുത്തിയതിനും കാരണമായ വാമനെയും പ്രതാപനെയും മാർക്കോ എല്ലാ തെളിവുകളോടും കൂടി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ട്വിസ്റ്റാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്